നമ്മൾ വെള്ളാമ്പോ കമ്മ്യൂണിറ്റിയിലേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓൾറെഡി മഴ തുടങ്ങിയിട്ടുണ്ട്. എൻട്രൻസിൻ്റെ അവിടെ വെച്ച് വീഡിയോ എടുക്കാൻ വേണ്ടി ശ്രമിച്ചു, പക്ഷേ അപ്പോഴേക്കും ഫോണ് ലോക്കായിരുന്നതുകൊണ്ട് എടുക്കാൻ പറ്റില്ല ഗൈസ്. നമ്മൾ പാസ് ചെയ്ത് പോയായിരുന്നു. ഇതാണ് വെള്ളാമ്പോ കമ്മ്യൂണിറ്റിയിലേക്കുള്ള റോഡാണ് കേട്ടോ. നല്ല മനോഹരമായിട്ടുള്ള അടിപൊളി റോഡാണ്. ബാർക്ലേവിയിൽ നിന്നും പ്ലീബോയിലേക്ക് പോകുമ്പോൾ വലതുവശത്തായിട്ടാണ് ഈ വെഡാബോ കമ്മ്യൂണിറ്റി കേട്ടോ. അതായത് ലൈബീരിയയുടെ സദേൺ പാർട്ട് ഓഫ് ലൈബീരിയയിലാണ് ഈ വെഡാബോ കമ്മ്യൂണിറ്റി സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ കണ്ണുകളെ കുളിരണിയിക്കുന്ന മനോഹരമായ കാഴ്ചകളിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കേട്ടോ. ഗ്രാമഭംഗി നിലനിർത്തുന്ന എത്ര മനോഹരമായിട്ടുള്ള കാഴ്ചകളല്ലേ. നോക്കുക, ആ വീടുകളുടെ ചന്തം തന്നെ കണ്ടോ. ആ പച്ചപ്പും എത്ര മനോഹരമായ കാഴ്ചകളിലേക്കാണ് നമ്മൾ വെഡാബോ കമ്മ്യൂണിറ്റിയിലേക്ക് എത്തിയിരിക്കുന്നത്. നമ്മുടെ തുടർച്ചയായിട്ടുള്ള യാത്രയിൽ ആഹാരം കഴിപ്പ് വളരെ കുറവാണ് കേട്ടോ. ദിവസത്തിൽ ഒരിക്കൽ മാത്രമൊക്കെ ആഹാരം കഴിച്ച ദിവസങ്ങളുണ്ട്. പിന്നെ ഇതുപോലുള്ള ചെറിയ ലഘുഭക്ഷണങ്ങളൊക്കെ ആയിരിക്കും കൂടുതലും. ഈ ലൈബീരിയയിൽ ബ്രെഡ് എന്ന് പറയുന്നത് ലഘുഭക്ഷണമല്ല കേട്ടോ. ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് ഇങ്ങനെയൊക്കെ മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. വിശപ്പടക്കണ്ടേ. നമ്മൾ ഒത്തിരി ദൂരം യാത്രകൾ ചെയ്യുമ്പം ആഹാരം നിർത്തി കഴിക്കാൻ നമ്മുടെ നാട്ടിലുള്ള പോലെ ഹോട്ടൽ സംവിധാനങ്ങളൊക്കെ ഒന്നും ഇല്ല. അതിൻ്റെ പരിമിതികളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ പോകുന്ന വഴിക്ക് ഇതുപോലെ ബ്രെഡും കാര്യങ്ങളൊക്കെ കരുതും കേട്ടോ. അതൊക്കെ ആയിരിക്കും നമ്മൾ മിക്കപ്പോഴും കഴിക്കുക. നമ്മുടെ കമ്മ്യൂണിറ്റികൾ കൂടുതലും ഇതുപോലെ വനത്തിൻ്റെ ഉള്ളിലോ ഇല്ലെങ്കിൽ ഉള്ളേരികളിലൊക്കെ ആയിരിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ ദീർഘദൂര യാത്ര ചെയ്ത് നമ്മളിപ്പോൾ ഏകദേശം നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ അവിടെ എത്തിച്ചേരുമെന്നാണ് ഇപ്പോൾ പറഞ്ഞത് കേട്ടോ. സോ ഗൈസ്, നമ്മളങ്ങനെ സുരൂക്കൻ എന്ന് പറയുന്ന സ്ഥലത്തെത്തി കേട്ടോ. വെഡാബോ കമ്മ്യൂണിറ്റി സുരൂക്കൻ എന്ന് പറയുന്ന സ്ഥലം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഏരിയ കേട്ടോ. ഇവിടെ കുറച്ച് കാര്യങ്ങൾ ഞാൻ കാണിക്കാം. ഈ മരത്തിൻ്റെ ഞങ്ങൾ ഇതിലേക്ക് ഇങ്ങനെ ബൈക്കിന് വന്നപ്പോഴത്തേക്കിനെ കണ്ട ഒരു മനോഹരമായിട്ടുള്ള കാഴ്ച. അത് എൻ്റെ പുറകിലായിട്ടുള്ള സംഭവം തന്നെയാണ്. ഇവിടുന്ന് ഇങ്ങനെ വന്നപ്പോഴത്തേക്കിനും ആ ചർച്ച് കണ്ടോ. ഇതൊരു ചർച്ചാണ്, ഇവിടുത്തെ ചർച്ചാണ് കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. എന്നുവെച്ചാൽ ഇവിടുത്തെ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ചർച്ചാണിത്. അതിനകത്ത് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നതാണ്, ഡിസൈൻ ചെയ്തിരിക്കുന്നത്, വോൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കൈ പെയിൻറ്റിൽ എങ്ങാണ്ട് മുക്കിയിട്ട് ഇങ്ങനെ ഭിത്തിയിൽ ഇങ്ങനെ പതിപ്പിച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ ചർച്ച്. ഇത് പാസ്റ്റർ തിപ്പോത്തെ, ഹീസ് മൈ കൊളീഗ്, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതാണ് കേട്ടോ. താങ്ക് യു. സോ ഇതാണ് ചർച്ച് കേട്ടോ. നല്ല രസമാണ്. ഇത് ഈ കാണുന്ന എന്നാണെന്ന് ഞാൻ ചോദിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഇത് മറ്റേ ബെല്ലടിക്കുന്നതാണ് കേട്ടോ. ഇത് ബെല്ലാണ് ചർച്ചിലോട്ട്. ഇപ്പോൾ ഇവിടുത്തെ യു പാസ്റ്റർ ഹിയർ? ഓക്കെ. ഇത് പാസ്റ്ററാണ് കേട്ടോ. സോ ഈ ചർച്ചിനകത്ത് കണ്ടോ ഗൈസ്. സോ ഈ ചർച്ചിനകത്തോട്ട് കയറുമ്പം ഒത്തിരി ആൾക്കാർക്കുള്ള ചർച്ചല്ല കേട്ടോ. ചെറിയൊരു ചർച്ചാണ്. ഫുള്ള് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്ത് ഡിസൈൻ ചെയ്ത് നല്ല രസമുള്ളൊരു ചർച്ചാണ് കേട്ടോ. കണ്ടോ, പുൽപ്പുറ്റൊക്കെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് മനോഹരമായിട്ടുണ്ട്. നമുക്ക് ചൂരലിൻ്റെ ഇരിപ്പിടം, അതുപോലെ തടി കൊണ്ട് പണിത ഇരിപ്പിടം, പിന്നെ ഇത് കണ്ടോ പോഡിയം കണ്ടോ ഗൈസ്. ഒക്കെ ഇവിടുത്തെ സംവിധാനങ്ങൾക്കുണ്ട്. ഇത് ജാമ്പയാണ് കേട്ടോ. എനിക്ക് വന്നത് ഈ ദിവസങ്ങളിൽ ഈ കാലാവസ്ഥയുടെയാണ്. ഇത് കണ്ടോ, ഇവിടുന്ന് തന്നെയുള്ള ആൾക്കാർ. ഇറ്റ്സ് എ ജാമ്പേ റൈറ്റ് പാസ്റ്റർ? ഇറ്റ്സ് എ ജാമ്പേ റൈറ്റ്? ജാമ്പേ. യാ വളരെ അടിപൊളിയായിട്ടുള്ളൊരു ഇതാണ് കേട്ടോ. ഉള്ള സംവിധാനങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന നല്ല മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. രസമുണ്ടല്ലേ ഗൈസ്. നമ്മുടെ അവിടെ മനോഹരമായ പള്ളികളൊക്കെ നമ്മൾ പണിത് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് ഇതുപോലുള്ള എത്രയും ആൾക്കാർ ഇതേ അവസ്ഥ തന്നെയാണ് ഇവരുടെ വീട് കാര്യങ്ങളും കേട്ടോ. പറയത്തക്കതായിട്ടുള്ള വലിയ സംവിധാനങ്ങളൊക്കെ ഒന്നുമില്ല. ഇല്ലായ്മയിൽ കൂടി പോകുന്നവരാണ്. വീട് പണി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് തന്നെ മണ്ണൊക്കെ വെട്ടി കമ്പൊക്കെ പറമ്പിൽ നിന്ന് തന്നെ കമ്പൊക്കെ വെട്ടി, പറമ്പെന്ന് പറഞ്ഞാൽ വനത്തിൽ നിന്ന് കമ്പ് വെട്ടി
കമ്പ് ഇങ്ങനെ ക്രോസ് അടിച്ച് ഈ കാണുന്നത് പോലെ ക്രോസ് അടിച്ച് ഇങ്ങനെ താഴത്ത് ക്രോസ് അടിച്ച് ഇങ്ങനെ ഓപ്പോസിറ്റ് കമ്പുകളടിച്ച് അവിടെ ഇങ്ങനെ മണ്ണിങ്ങനെ തേച്ച് പിടിപ്പിച്ചാണ് ഇത് ചെയ്യുന്നത്. എല്ലാത്തിനും പിന്നെ ടിൻ ഷീറ്റാണ് കേട്ടോ ഇതിൻ്റെ റൂഫിംഗ് ഒക്കെ ഫുള്ള്.